ഹലോ. ആ ആ ഹലോ. ഞാൻ മണ്ണൻകുണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ വഴിവിളക്കുകളുണ്ടല്ലോ, അത് 2-3 ദിവസമായിട്ട് അണയാറേ ഇല്ല. അതാരാ ഓഫാക്കുന്നത് ഇപ്പോൾ? പക്ഷെ അത് ഓഫാകുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു 2-3 ദിവസം ഇതേപോലെ കിടക്കുന്നു. തെളിഞ്ഞ് മണ്ണൻകുണ്ട് ഇപ്പം ഞാനുള്ളത് മണ്ണൻകുണ്ട് വായനശാലയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുന്ന സ്ഥലം വഴിയാണ്. ഓക്കെ. അപ്പം ഇത് സോളാർ ആണോ അതോ കറണ്ടാണോ? അപ്പൊ കറണ്ട് ഇപ്പൊ ഇത്ര നഷ്ടമല്ലേ? ഈ പകലും രാത്രിയും ഒരുപോലെ ഈ കറണ്ട് ഇങ്ങനെ 2-3 ദിവസം ഓഫ് ആകാതെ പോകുമ്പോൾ കറണ്ട് നഷ്ടമല്ലേ? ഓക്കെ. അല്ലാതെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഇത്രയും സൂക്ഷിക്കുമ്പോഴേ ഇത് നമുക്ക് വരത്തില്ലല്ലോ. ഇതും കൂടെ നമുക്ക് വരില്ലല്ലോ നമ്മുടെ ഏരിയയിൽ നിന്നുള്ളതൊന്നും. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ അവസ്ഥ. അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ KSEBിയിലേക്ക് അറിയിക്കുക കേട്ടോ. നമുക്ക് ചോദിക്കാനുള്ള ന്യായമായ കാര്യങ്ങൾ ചോദിക്കാം. ഇന്നലെയാണ് ഞാനിത് കാണുന്നത്. അടുത്തുള്ള വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നതെന്ന്. അന്നേരം അവർ പറയാം, അത് 2 ദിവസമായി രാത്രിയും പകലും ഒരുപോലെ കിടക്കുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ. നേരെ വീടിന് മുമ്പിലില്ല, അതുകൊണ്ടായിരിക്കും കാണാത്തത്. അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്, മരങ്ങളുടെ ചില്ലകളൊക്കെ അല്ലേ. അപ്പം ഞാൻ ഇപ്പോഴും അതാ ഒന്ന് വെറുതെ ശ്രദ്ധിച്ചതാണ്. അന്നേരം ഉണ്ട് ഇന്നും തെളിഞ്ഞു കിടക്കുന്നു. അപ്പം നമ്മൾ ചോദിക്കണം. ഞാൻ ബസ്സിൽ യാത്ര പോകുമ്പോൾ പോലും ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താ ഇത് 10 മണിയായിട്ട് ഓഫാക്കാത്തതെന്ന് KSEBിയിലോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. അപ്പോൾ താങ്ക്സ് കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മളോട് നല്ല രീതിയിലാണ് ഇടപെട്ടത് കേട്ടോ. ഇപ്പോൾ ഇവരും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ അതുമായി എന്ത് കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയാനായിട്ട് നമ്മളൊരു മനസ്സ് കാണിക്കണം. കാരണം എന്നാലല്ലേ അവരറിയുന്നുള്ളൂ. അവരവിടെ ഓഫീസിൽ ഇരുന്നുകൊണ്ടൊന്നും കാണത്തില്ലല്ലോ. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണോ അപ്പോൾ അതുമായിട്ടുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരോട് കാര്യങ്ങൾ പറയാം. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.